എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് RGB ലൈറ്റുകളാണ്. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ESP32 അല്ലെങ്കിൽ ESP8266 ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെയുള്ള WS2812 LED നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതിന് 3 വയറാണ് വരുന്നത്, പ്ലസും മൈനസും, അതുപോലെ തന്നെ ഒരു ഡാറ്റ ലൈനും. അപ്പോൾ ഡാറ്റ ലൈനൊക്കെ നമ്മൾ ചെയ്യുന്നതെല്ലാം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ വോൾട്ടേജ് പ്ലസും മൈനസും കൊടുക്കുന്നു. D2 അല്ലെങ്കിൽ ഡിജിറ്റലായിട്ട് വരുന്ന ഏതെങ്കിലും സിഗ്നൽ ഔട്ട്പുട്ട് ചെയ്യുന്ന നമ്മൾ ഡാറ്റ ലൈനും കയറ്റി വിടുന്നു. അത് നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷനിൽ സെറ്റ് ചെയ്താൽ മതി ഏത് പിന്നിലാണ് കൊടുക്കുന്നതെന്ന്. D2 കൊടുക്കുമ്പോഴാണ് ഒരുപാട് സ്റ്റേബിളായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ D2 തന്നെയാണ് ഞാൻ എല്ലാം കൊടുക്കാറ്. ബാക്കിയുള്ള പിന്നിലൊക്കെ സേവ് ചെയ്തിട്ട് ശരിയാവുന്നില്ല. ഡിഫോൾട്ട് വരുന്നത് D2 ആണ്. അതുകൊണ്ട് തന്നെ D2 സെറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കാം. ഓക്കെ, ഇവിടെയാണ് പ്ലസും മൈനസും കൊടുക്കുന്നത് കേട്ടോ. മൈനസ് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇവിടെയാണ് D2, അതായത് ഡാറ്റ ലൈൻ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 3 വയറിൻ്റെ LED വരുന്നുണ്ട്, അതുപോലെ തന്നെ 4 വയറിൻ്റെ വരുന്നുണ്ട്. അപ്പോൾ 4 വയറിൻ്റെ കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് സോൾവ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഈ എടുത്തേക്കുന്നത് ESP8266 ആണ്. അപ്പോൾ ഇതിനേക്കാളും എനിക്ക് പ്രിഫറബിൾ ഇച്ചിരി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ESP32 ആണ്. അതുകൊണ്ട് ഇത് മാറ്റി നമ്മൾ ESP32 ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ESP32. ഇതിന് ESP8266 ഇതിയുടെ സ്റ്റെബിലിറ്റിയും സ്പീഡും കൂടുതലാണ്. നമ്മളെ എഫക്റ്റുകളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ലാഗൊന്നും ഇല്ലാതെ വരുന്നുണ്ട്. ESP8266 അത്ര പോരാ, ഒരു ചെറിയൊരു ഡിലേ വരുന്നുണ്ട്. അതിൻ്റെ പ്രോസറിൻ്റെ സ്പീഡ് കുറവായതുകൊണ്ടാണ്. ഇതിലും കണക്ഷൻ അത് തന്നെയാണ്. D2 നിന്ന് ഡാറ്റയും പ്ലസും മൈനസും നമ്മൾ സെപ്പറേറ്റ് ലെങ്ത്ത് കൂടിയതുകൊണ്ട് LED ഇതേപോലെ ഒരു അഡാപ്റ്റർ അന്ന് പണ്ട് നമ്മളൊരു പ്രൊജക്റ്റ് മോണിറ്ററിൻ്റെ പ്രൊജക്റ്റ് ചെയ്തപ്പോൾ സെറ്റ് ചെയ്തിട്ടിരുന്നതാണ്. അതുകൊണ്ട് അത് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഉദാഹരണത്തിന് നമുക്ക് ഒരു പോർട്ടബിളായിട്ടൊരു ലൈറ്റ് കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ എഫക്റ്റ് കിട്ടിയതിന് ശേഷം നമുക്കത് കണക്ട് ചെയ്ത് ഹെൽമെറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ബാഗുകൾ, വണ്ടികളിലൊക്കെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇതിന് നമ്മൾ സപ്ലൈ ആയിട്ട് ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ മൈക്രോ USB വഴി ഇതിൽ മാക്സിമം നമുക്ക് 5 വോൾട്ട് 1.5 ആംപിയർ വരെ കൊടുക്കുക. അതിന് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈഫ് കുറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലെങ്ങനെ LED ആഡ് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ എൻ്റെ സെറ്റപ്പാണ്. കോൺഫിഗറേഷൻ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഓടിക്കുവാണ്. ഇതിപ്പോൾ പവറൊന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് നമ്മൾ വേറെ കാണിച്ചു തരാം എന്താ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതേ നോക്കിക്കോളാം. LED പവർ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് LED കത്താത്ത കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ LED നമ്പറുകൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കണ്ടോ, ഇവിടെ LED ഔട്ട്പുട്ട്, അതിൻ്റെ താഴെ GRB, അതിൻ്റെ താഴെ ലെങ്ത്ത് എന്നുള്ളതിൽ LED നമ്പർ കാണാൻ പറ്റും, 30 എന്ന് പറഞ്ഞ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര LED ഉണ്ടെന്ന് എണ്ണി നോക്കിയതിന് ശേഷം അത് അവിടെ കൊടുക്കുക. അതിന് ശേഷം സേവ് കൊടുത്താൽ വേറെ സെറ്റിങ്സ് ഒന്നും ഇവിടെ ചെയ്യാനൊന്നുമില്ല. ഉണ്ടോ, ഇവിടെ LED എണ്ണം നോക്കിയിട്ട് നമ്മൾ എത്രയാണെന്ന് നോക്കിയിട്ട് സെറ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. സേവ് കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് LED തെളിയുന്നതാണ്. അപ്പോൾ നമുക്ക് പവർ കൊടുക്കാവേ. ഇപ്പോൾ നമ്മൾ പവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ LEDകളെല്ലാം കത്തി ഇതേപോലെ ഒരു സ്റ്റേബിൾ കളറിൽ കത്തി ഇങ്ങനെ നിൽക്കുന്നതാണ്. അതിന് ശേഷമാണ് നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ കയറി ഇങ്ങനെ ആഡ് ചെയ്യണമെന്നും കൂടി കാണിച്ചു തരാം. ഞാൻ നേരത്തെ ഒന്ന് ആഡ് ചെയ്ത് വെച്ചിരുന്നതാണ്. ആ ഡിലീറ്റ് കളഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്നുകൂടി ആഡ് ചെയ്യാവേ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊന്ന് മനസ്സിലാക്കിയിരിക്കുക. വണ്ടികളിൽ അതുപോലെ തന്നെ നമ്മുടെ ഹെൽമെറ്റിലൊക്കെ ലൈറ്റ് സെറ്റ് ചെയ്യാനാണെങ്കിൽ ഇതിനകത്തുള്ള ഹോട്ട് സ്പോട്ട് ഫങ്ഷനാലിറ്റി ഉപയോഗിച്ചിട്ട് നമ്മളുടെ ഡിവൈസ് ഫോൺ ഇതിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഇതേപോലെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇതേപോലെ APK ഇൻസ്റ്റാൾ ചെയ്യുക WLED എന്നും പറഞ്ഞ് പ്ലേ സ്റ്റോറിലില്ല. അതിനുശേഷം അതിനകത്ത് നമ്മൾ സ്കാൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോമാറ്റിക് നമ്മുടെ വൈഫൈയിലാണ് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഫോണും ഈ LED ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഡിറ്റക്റ്റ് ചെയ്യും. ഓക്കെ, സെയിം വൈഫൈയിലാണെന്ന് ശ്രദ്ധിക്കുക കേട്ടോ. LED ബ്രൈറ്റ്നസ് നമ്മൾ എപ്പോഴും ഫുള്ളിൽ ഇടരുത്. ഒരു ഏകദേശം മീഡിയം അല്ലെങ്കിൽ ലോ ലെവലിൽ കീപ്പ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ പെട്ടെന്ന് അടിച്ചു പോകുന്നതാണ് അതെല്ലാം. ഇതിനകത്ത് പാറ്റേൺസ് കാണാൻ പറ്റും. താഴെ ഇഷ്ടംമാരെ ഒരുപാട് പാറ്റേൺസ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അത് ഓരോ വേർഷനിലും വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്തിടാം. ഇത് ESP8266 വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് കുറച്ചുകൂടെ എഫക്റ്റുകൾ, 2D എഫക്റ്റുകളൊക്കെ വരുന്നത് നമ്മുടെ ESP32 കൂടുതൽ LED പാനലിൻ്റെ റോ സപ്പോർട്ട് വരുന്നത് നമ്മുടെ ESP32 മാത്രമാണ്. ഇപ്പോൾ WLED സപ്പോർട്ട് ചെയ്യുന്നത് ഇതൊക്കെയാണ്. പിന്നെ മ്യൂസിക്കിനനുസരിച്ച് ലൈറ്റ് കഴിയുന്ന ഒരു LED ഫേംവെയർ ഉണ്ട്. പിന്നെ ഇപ്പോൾ പുതിയൊരു നൈറ്റി ബിൽഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ നമ്മൾ ഉടനടി ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ESP മൊഡ്യൂളിൻ്റെ വോൾട്ടേജ് കറക്റ്റായിട്ട് അതിനാവശ്യമുള്ള രീതിയിൽ കൊടുക്കാനായിട്ട് എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇതിനകത്ത് റെഗുലേറ്റർ വരുന്നുണ്ട്. 5 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം 3.3 ആയിട്ടാണ് അതിനകത്തേക്ക് പോകുന്നത്.
അപ്പോൾ അത് LED ലൈറ്റിന് ഇതേപോലെ പഴയ ട്യൂബ് ലൈറ്റിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഡിഫ്യൂസർ ഇതേപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എഫക്റ്റ് ഒന്നും കൂടി കിടിലായിട്ടിരിക്കും. ഇത് വേണമെങ്കിൽ കട്ട് ചെയ്ത് നമുക്ക് LED മുകളിൽ ഒട്ടിക്കാവുന്നതാണ്. ഇത് തന്നെ നമുക്ക് PC-യുടെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു RGB സെറ്റപ്പിൽ നമുക്ക് PC-യുടെ ഉള്ളിൽ ലൈറ്റിങ്ങും ചെയ്തെടുക്കാനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.